ശബരിമലയിലെ മൂല്യവത്തായ ഒരു വസ്തു നഷ്ടപ്പെട്ട് തിരികെ കിട്ടേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ്. അപ്പോൾ കോഴിക്കോട് ഒരു സ്ത്രീ മാലമോഷണ കേസിൽ പ്രതിയായിട്ട് പോലീസിൻ്റെ പിടിയിൽപ്പെട്ടു. ഒരു സ്വർണ്ണമാല മോഷ്ടിക്കപ്പെട്ട കേസിൽ ആ മാല എന്ന മോഷണ വസ്തു തൊണ്ടി മുതൽ കണ്ടെത്താൻ വേണ്ടി പോലീസ് എന്താ ചെയ്തത്? അവർ എക്സ്റേ നടത്തി, സ്കാനിങ് നടത്തി, അവർ വിസർജിക്കുന്നത് കാത്തിരുന്നു, ക്ലോസറ്റിൽ വിസർജിച്ചു എന്ന് വാർത്തകളിൽ വായിച്ചു. പരിശോധന തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തൊണ്ടി മുതൽ എത്ര വിലയുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിനെ നിയമത്തിൻ്റെ മുൻപിൽ വളരെ വാല്യൂ ഉണ്ട്. തൊണ്ടി മുതൽ ശേഖരിക്കണം. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിഡൻസ് കണക്ട് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഒന്നൊന്നായി പ്രതികൾ ജയിൽ മോചിതരായിട്ട് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം പോലും ഇവിടെ ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ ജനങ്ങൾക്ക് വലിയ ആകാംക്ഷയും അല്ലെങ്കിൽ പ്രതിഷേധവുമുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.